40ഓളം കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്ന തിരുവനന്തപുരം കേശവദാസപുരത്തെ BSNLന്റെയും പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെയും ക്വാർട്ടേഴ്സിന്റെ അവസ്ഥയാണ്. മൂർഖൻ പാമ്പിന്റെ ശല്യം കാരണം പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത ദുരവസ്ഥ. സ്നേക്ക് പാർക്ക് പോലും തോറ്റുപോകും വിധം പാമ്പുകൾ. വനമേഖലയിലുള്ളതിനേക്കാളും കൂടുതൽ കാടും. തിരുവനന്തപുരം കേശവദാസപുരത്തെ BSNL പോസ്റ്റൽ ക്വാർട്ടേഴ്സിന്റെ അവസ്ഥയാണിത്. എവിടെ തിരിഞ്ഞാലും കാട്. ഞങ്ങൾ 43 വർഷമായി ഇവിടെ വന്നിട്ട്. ആദ്യം വന്നപ്പോൾ എങ്ങനെ കിടന്ന ക്വാർട്ടേഴ്സ് എന്നറിയാമോ ഇത്? എൻ്റെ കൃഷ്ണ, നല്ല ആൾക്കാർ ഇവിടെ താമസിച്ചിരുന്നു, എല്ലാം പോയി. അവസാനം ഞങ്ങൾ താഴെ A27 താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഈ കാടും മലയും ഒക്കെ പിടിച്ചപ്പം പിന്നെ ആരുമില്ല, എല്ലാവരും പോയി. ഞങ്ങൾ രണ്ടും മാത്രം. പാമ്പിൻ്റെ ശല്യം കൊണ്ട് പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന പാർക്കാണ്. ഇവിടെ അത്രയും കാട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത്, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കുടിവെള്ളം ആയിരുന്നു മുമ്പത്തെ പ്രശ്നമെങ്കിൽ ഇപ്പം ഇതാണ്. സ്ട്രീറ്റ് ലൈറ്റ് നേരെ കത്തുന്നില്ല. ഇഴജന്തുക്കളുടെ ശല്യം ഇച്ചിരി കൂടുതലാണ്. കുട്ടികൾ ആ പുല്ല് പറിച്ചപ്പം അവിടെയുള്ള ഇഴജന്തുക്കൾ പല വീടുകളിലായിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ചെയ്യാത്തതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ദിവസങ്ങൾക്ക് മുൻപ് ഒരു വീട്ടിൽ കയറിയ 7 അടിയോളം നീളമുള്ള മൂർഖൻ പാമ്പിനെ 1 മണിക്കൂറിലേറെ നീണ്ട പരിശ്രമത്തിലൊടുവിലാണ് പാമ്പ് പിടുത്തക്കാർ ചാക്കിലാക്കിയത്. പിന്നെ ഇവിടെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു മൂർഖം കിടന്നത്. ഞാൻ പിന്നെ ബഹളം വെച്ച് ചുറ്റട്ടത്തുള്ള ആൾക്കാരെല്ലാവരും വന്നു. പക്ഷേ അതിനെ പിടിക്കാൻ പറ്റിയില്ല. നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് പിന്നെ ഇൻഫോം ചെയ്യുമ്പോൾ അവർ പറയുന്നത് അവർക്ക് മെയിൻ്റനൻസിനുള്ള ഫണ്ടില്ല. പക്ഷേ കറക്റ്റായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് റെൻ്റ് അവർ വാങ്ങുന്നുണ്ട്. പോസ്റ്റൽ വകുപ്പ് അവരുടെ വകുപ്പിലെ ജീവനക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങൾ മാത്രമേ വൃത്തിയാക്കുന്നുള്ളൂ. BSNL ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല. വൈകിട്ടൊക്കെ ഇറങ്ങിയ മൊത്തം കാടിന് കളിക്കാനും പറ്റാറില്ല. പിന്നെ അവിടെ ഷട്ടിൽ കോർട്ട് മൊത്തം കാട്, ഒരു പാമ്പൊക്കെയാണ്, ഇങ്ങോട്ട് പോകാനും പറ്റത്തില്ല. കുട്ടിക്കാലം മുതൽക്കേ ഇവിടെ കളിച്ചു വളർന്ന ആരോണിന് ഇനിയും പേടി കൂടാതെ ഇതേ കളിസ്ഥലത്ത് കളിക്കാനുള്ള അവസരം ഒരുങ്ങണം. ശ്യാമനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.